രാവിലെ തന്നെ ഞങ്ങൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വളാഞ്ചേരിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. മുട്ട പാർട്സ് മേടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ ചെന്നിട്ടില്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരത്തെ കാലത്ത് തന്നെ ചായ കുടിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ വണ്ടിയിൽ എണ്ണ അടിക്കാമെന്ന് വിചാരിച്ചു, ഇല്ലെങ്കിൽ അന്നത്തെ പോലെ പോസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ കുളമംഗലല്ല എന്നുള്ളത്. പുറമണ്ണൂരാണ്. ചേച്ചിയുടെ അവിടെ നിന്നുള്ള വീഡിയോ ആണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നത്തെയാണ്. പിന്നെ ഇപ്പോൾ നമ്മളിങ്ങനെ അപ്ലോഡ് ചെയ്യാൻ നേരം വൈകിയോണ്ട് ഇങ്ങനെ എടുത്ത് ഷോർട്സ് ആക്കി ഇടണമെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളിത് എണ്ണ അടിക്കാൻ വേണ്ടിയിട്ട് വെങ്ങാട് പമ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എണ്ണ കടിച്ചിട്ട് നേരെ വിട്ടിട്ടുണ്ടായിരുന്നു വളാഞ്ചേരി. നിങ്ങൾ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടുന്ന ചേച്ചി മുട്ട പാർട്സ് കിട്ടുക എന്നുള്ളത്. നമ്മുടെ മാർക്കറ്റിൻ്റെ അവിടെയുള്ള ഈ ഒരു കടയിൽ നിന്നാണ് കേട്ടോ. എന്നിട്ട് പേര് എനിക്ക് അറിഞ്ഞൂടെ മക്കളെ. ഇവിടെ നിന്നാണ് മേടിച്ചിട്ടുള്ളത്. കിലോന് 80 രൂപയാണ്. ഞാൻ 2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരിക്കയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് മേടിച്ചോളൂ കേട്ടോ. പിന്നെ അവിടെ നിന്നൊക്കെ മേടിച്ചിട്ട് ഇപ്പുറത്തെ കടയിൽ നിന്ന് നമ്മൾ കപ്പ മേടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കടയല്ല, ഇവിടെ ഇങ്ങനെ ഒരു പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വിൽക്കണതുണ്ട്. നമ്മുടെ മീൻ മാർക്കറ്റിൻ്റെ അവിടേക്ക് കയറുന്നതിൻ്റെ അവിടെയുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവിടെ അടിപൊളിയായിട്ട് ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങാറുണ്ട് കേട്ടോ. കപ്പ സൂപ്പറായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആവശ്യമുള്ള കപ്പയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും വീഡിയോയിൽ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തോളാൻ വേണ്ടിയിട്ട് പറയും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഇപ്പുറത്ത് പപ്പടം കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉച്ചയാകുമ്പോൾ കാച്ചാൻ വേണ്ടിയിട്ട് പപ്പടം തീർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെയാണ് ഞാൻ വളാഞ്ചേരി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വാങ്ങുക. എപ്പോഴും സ്ഥിരമായിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മീൻ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഞാൻ മീൻ മേടിക്കുക എന്നുള്ളത്. മീനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ചിക്കൻ പാർട്സ് മേടിച്ചുകൊണ്ട് മീനൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതൊക്കെ കാണിച്ചു കൊടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് നമ്മുടെ കുളമംഗലത്തുള്ള അവിടുന്ന് ചായയും കൂടെ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചായയും കലത്തപ്പം, അവൾ ചായയും പഴംപൊരിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചുമർ ചിത്രവും കാര്യങ്ങളൊക്കെ വരച്ച് വെച്ചത് കാണാൻ വേണ്ടിയിട്ട്. എപ്പോൾ വളാഞ്ചേരി ഇറങ്ങിയാണെങ്കിൽ 1-2 പേര് വന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചേച്ചി വീഡിയോസൊക്കെ കാണാറുണ്ട്, അടിപൊളിയാണെന്നൊക്കെ വന്ന് എന്നോട് കാര്യം പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഞാൻ അവരോടും തന്ന ഒരുപാട് നേരം കാര്യമൊക്കെ പറയാറുണ്ട്. അങ്ങനെ ചായ കുടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ. നാളെ കാണാം. ടാറ്റാ ബൈ. സീ യു.